മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രഭാതവിരുന്ന് എന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ. ആ അമ്മയിലൂടെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കും തോറും ശക്തി കൂടുതൽ നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിലേക്ക് ഒഴുകപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ നിരീയപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ നിരീയപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ, അവരെന്താണ് ചെയ്യുക, അവരുടെ മനസ്സിൽ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ് ഉള്ളത്, അവരെങ്ങനെയും മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ ചില സംശയങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിന് മുമ്പായി, കർത്താവ്, നിൻ്റെ വചനം ശ്രവിക്കാനായിട്ടുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പ്രഭാതത്തിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ. ഈ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയാൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിനുള്ള വായന, അധ്യായം 17, തിരുവചനം 1 മുതൽ 8 വരെ. അബ്രാഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാഹാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിൻ്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിൻ്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറകളായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്ക് നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മോട് പറയുന്നത് എന്താണ്? ദൈവം തെരഞ്ഞെടുത്ത വലിയൊരു വ്യക്തിയാണ്. നമുക്കറിയാം, അബ്രാഹാം, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹാം. ഈ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്.
99-ാമത്തെ വയസ്സിലാണ് ദൈവം ഈ മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദൈവം വിളിക്കുന്നത്, ആ മനുഷ്യനെ ദൈവം വിളിക്കുന്നത് 75-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം 99-ാമത്തെ വയസ്സിൽ നൽകുന്നത് എന്താ? ഒരു ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടി? ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദൈവം ആരംഭിക്കുന്നത്. എന്നിട്ട് ദൈവം പറയുന്നത് എന്താണ്? ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. ഒരു മക്കളും ഇല്ലാത്ത അബ്രാഹത്തോട് ദൈവം പറയുന്ന, അല്ലെ ദൈവം നൽകുന്ന ഒരു ഉടമ്പടിയാണ്, വാഗ്ദാനമല്ല, ഉടമ്പടി. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. എന്നിട്ടോ അടുത്ത വചനം പറയാം, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഒരു കൊച്ചുമില്ലാത്ത ഒരാളോട് ഒരാളിങ്ങനെ പറയുമ്പോൾ, അത് ദൈവം പറയുമ്പോൾ ഏത് ഭാവത്തിലായിരിക്കും ആ മനുഷ്യൻ സ്വീകരിക്കുക? അതും പ്രായമായ വ്യക്തിയെ, ചെറുപ്പക്കാരനല്ല. 99 വയസ്സ്. ചിലർ റിട്ടയർ ആയിക്കഴിയുമ്പോൾ, റിട്ടയർ എന്ന് പറയുന്നതിന് ശരിയല്ല റിട്ടയർമെൻറ്റ്. കാരണം റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, ജീവിതമേ കഴിഞ്ഞു. ഒരു ജോലിയിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരവസരമാണ്. അതിന് പകരം 55 വയസ്സായി, 58 വയസ്സായി, 60 വയസ്സായി, എൻ്റെ ജീവിതം തീർന്നു, ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല, ഇനി എന്നെ ആർക്കും വേണ്ട. റിട്ടയർ ആയിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിലരുടെ മനോഭാവങ്ങളാണ്. ഇനി അവരെ നോക്കി കാണുന്ന ചില വ്യക്തികളുടെ മനോഭാവം, റിട്ടയർ ആയല്ലേ എന്ന് പറഞ്ഞാൽ ജീവിതം തീർന്നു, ഇനിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത്രയും നാൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തിയാണോ? പലപ്പോഴും നാം ചിന്തിക്കാറില്ല ദൈവം നമുക്ക് വളരെയധികം കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്ന്. ഈ എബ്രായരെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ജീവിതത്തിൽ വ്യാപൃതനായിരുന്നു. 99-ാമത്തെ വയസ്സ് വരെയും മക്കളില്ലാതിരുന്നിട്ടും ജീവിച്ചു. അതിനുശേഷം നമുക്കറിയാം ദൈവത്തിൻ്റെ ഉടമ്പടി വരുമ്പോഴും എബ്രായന് സംശയമൊന്നുമില്ല. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജീവിതത്തിൽ നടക്കും എന്ന ബോധ്യമുള്ള വ്യക്തിയാണ്. സാറായ്ക്കാണ് സംശയം ഉണ്ടായത്, എന്നാൽ എബ്രായന് സംശയമുണ്ടായില്ല. പക്ഷെ നമുക്കിപ്പോഴും സംശയം ഉണ്ടാവും. കാരണം എന്താ? നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴമില്ലായ്മ. ഈ മനുഷ്യൻ 99-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു മകനെ കിട്ടും, ശരിയാ എന്നുള്ള ചിന്തയല്ലാതെ ഇനി അതുമാത്രമല്ല, ആ മകൻ എന്ത് സംഭവിച്ചു നമുക്ക് പിന്നീട് വചനത്തിലൂടെ കടന്നുമ്പോൾ കാണാൻ സാധിക്കും. ഇസ്ഹാക്ക് എന്നൊരു മകനെ കൊടുക്കുന്നുണ്ട്. ആ മകനെ ദൈവം വീണ്ടും അങ്ങോട്ട് തിരിച്ച് ആവശ്യപ്പെടുക ബലി കഴിക്കാനായിട്ട്. അവിടെയും അബ്രാഹാം സന്മനസ്സോടെ നല്ല ബോധ്യത്തോടുകൂടി ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് മൊറിയാമലയിലേക്ക്. പക്ഷെ ഇവിടെയെല്ലാം അബ്രാഹത്തെ ദൈവം സംരക്ഷണം കൊണ്ട് പൊതിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എപ്പോഴാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത്രയും വർഷമായിട്ട് ലഭിച്ചില്ലല്ലോ, ഇനി ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. പിന്നെ എന്താണ്? നാം അബ്രാഹത്തെ നോക്കുക. തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ പോലും കിട്ടാതിരുന്നു 90-80 വയസ്സ് വരെ. എന്നിട്ട് പോലും ഒരു പരിഭവമോ ഒരു പരാതിയോ ഇല്ലാതെ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായും നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ വയസ്സല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്തെങ്കിൽ ആ റിട്ടയർ ചെയ്തത് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു, ആ ജോലി കഴിഞ്ഞു. ഇപ്പം അധ്യാപകനാണെന്ന് വിചാരിക്കുക, അധ്യാപിക വൃത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അവയെല്ലാം ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോഴാണെങ്കിൽ സമയം കിട്ടിയിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിച്ചില്ല. സഭയ്ക്ക് വേണ്ടി ചെയ്യാം, കുടുംബത്തിന് വേണ്ടി ചെയ്യാം, സമൂഹത്തിന് വേണ്ടി ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇത്രയോ കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ ഒരു സ്കൂളിൽ പഠിപ്പിച്ചു, അത് മാത്രമല്ലേ ഉള്ളൂ. ആ ജോലി കഴിഞ്ഞു. ഇനി എനിക്ക് വളരെയധികം ജോലികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ശക്തിയും കഴിവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ആ ജീവിതത്തെ കൂടുതൽ ഫലപ്രദമാക്കി തീർക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് അബ്രാഹത്തെ പോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നത് അത് ചിലപ്പോൾ പ്രായമായ ശേഷമായിരിക്കും, എന്ന് പറഞ്ഞാൽ വയസ്സായ അവസ്ഥയിലായിരിക്കും. വയസ്സ് അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം. പിന്നെ എന്താണ്? ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഊർജവും ശക്തിയും. ആ ശക്തിയാണ് നമ്മുടെ ചാലക ശക്തി എന്ന് പറയുക, നമ്മെ നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എല്ലാം സാധ്യമായ ദൈവം നമ്മെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട്, ബലപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഈ പ്രഭാതത്തിലും ഇനിയുള്ള ദിവസങ്ങളും എല്ലാം മുന്നോട്ട് കടന്നു പോകാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ അബ്രഹാത്തെ തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളെയും റിട്ടയറായി എന്ന് ചിന്തിക്കുന്ന പ്രായമായ വ്യക്തികൾ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, അവരെല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായിച്ച് അവരിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇനിയും കൂടുതൽ ശക്തിപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ശക്തിയും കൃപയും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സകല വിശുദ്ധരെ, സകല പുണ്യവാന്മാരെ, സകല പുണ്യവതികളെ ഞങ്ങളിതാ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് പ്രായമായവർക്ക് വേണ്ടി. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. കാവൽമാലാഹായി എപ്പോഴും കൂടെ ആയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രധാന മാലാഹമാരായ മുഖ്യദൂതൻ ഗബ്രിയേൽ, റഫായേൽ, മിഖായേൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ.
സ്വർഗനാഥൻ നിനക്കായി കാത്തു നിൽപ്പു. എന്നും നിന്റെ ഉള്ളിൽ വന്നു വാണിടുവാൻ സ്വർഗനാഥൻ നിനക്കായി കാത്തു നിൽപ്പു. പ്രിയനാഥനായി ഒരുക്കിയിടുവിൻ നിന്റെ മാനസം ദിനവും. പ്രിയനാഥനായി ഒരുക്കിയിടുവിൻ നിന്റെ മാനസം ദിനവും. നിന്റെ പ്രാണനിൽ കുളിരായവൻ എന്നും നിറഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ. കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. പ്രിയനേശുവിൻ വഴി തേടുവിൻ നിന്റെ ജീവിതം ധന്യം. പ്രിയനേശുവിൻ വഴി തേടുവിൻ നിന്റെ ജീവിതം ധന്യം. നിന്റെ പാതയിൽ മാർഗദീപമായി അവൻ തെളിഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ. കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ ആശീർവദിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സ്വർഗലോകത്തിലുള്ള എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം അയച്ച് പ്രാർത്ഥിക്കും. ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ കൃപാവരമാണ് നമുക്ക് ലഭിക്കുക. ഈ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ കണ്ണുകളടച്ച് കൈകൾ കുപ്പി, കർത്താവേ നിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ, പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ പ്രഭാത വിരുന്ന് എന്ന ഈ പ്രോഗ്രാമിനെ
നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മയാണ്. നിങ്ങളെല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലുള്ള മരിയൻ കൂടാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെയും ഓർത്ത് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട വളരെയധികം വ്യക്തികളുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. ഈ ഡിവൈൻ കൂട്ടായ്മ, ഞങ്ങളുടെ ഗുഡ്നസ് കൂട്ടായ്മ, ഇതിലെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം വ്യക്തികൾ ഉണ്ട്. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് അവരെയും അവരുടെ കുടുംബത്തെയും എല്ലാം ഓർത്ത് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അതുപോലെ ഇനിയും ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ വ്യൂവേഴ്സായിട്ടുള്ളവർ, പ്രേക്ഷകരായിട്ടുള്ളവർ ഈ കൂട്ടായ്മയിലേക്ക് നയിക്കാനായിട്ട് ഓരോരുത്തരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ നന്മകളുണ്ടാകാൻ ഈ ദിവസം നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.